അതെ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കുഞ്ഞു ലഞ്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കറികളൊന്നും കാണാനായിട്ട് വലിയ ലുക്കൊന്നും ഇല്ല എന്നുള്ളൂ, പക്ഷേ എല്ലാത്തിനും ഒട്ടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു. സൺഡേ ആയിട്ട് നോൺ വെജ് ഇല്ലാണ്ട് എന്താഘോഷം എന്ന് പറയുന്ന പോലെ തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് താറാവ് കറിയാണ്. നല്ല കുരുമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള താറാവ് കറി. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം. നമ്മളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചു. അതിലേക്ക് ഒരു 3 സവോള മീഡിയം വലുപ്പത്തിലുള്ളത് ചെറുതാക്കി കട്ടയ്ക്ക് കുറഞ്ഞിട്ടാണ് അരിഞ്ഞെടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി സവോള വഴറ്റി വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നാണല്ലോ പ്രമാണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചിട്ടുള്ള ഈ ഒരു പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 50 ഗ്രാമോളം ഇഞ്ചി, നല്ല എരിവുള്ള 4 പച്ചമുളകും ഒരു പൊറ്റ വെളുത്തുള്ളി നന്നാക്കിയതും കൂടി ചേർത്തിട്ടാണ് ഞാനൊരു പേസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ നന്നായിട്ട് വഴണ്ട് ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ തന്നെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് നല്ല രീതിയിൽ മൂക്കിലേക്ക് അടിക്കാനായിട്ട് തുടങ്ങും കേട്ടോ. ഈ ഒരു മണം കേട്ടാൽ തന്നെ നമുക്ക് ഒരു പറ ചോറുണ്ണാനായിട്ട് തോന്നും. പക്ഷേ അവിടെ നിന്ന് നമ്മൾ വീണ് പോകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി പേസ്റ്റാണ്. ഏകദേശം 2 മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് ആ ഒരു പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു തക്കാളിയുടെ പച്ച സ്മെല്ലൊക്കെ പോകുന്ന വരെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. അടിയിൽ പിടിക്കാണ്ട് ഇളക്കിയെടുക്കാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിതിൽ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പൊടികളിൽ ഏറ്റവും കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. കറിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിപ്പൊടി കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ മാത്രം നമുക്ക് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു മിക്സ് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇങ്ങനെ ഇളക്കിയെടുക്കാനായിട്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും പൊടികളൊക്കെ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള താറാവും കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടൻ ഈ ഒരു താറാവ് 2 കിലോ വാടാനപ്പള്ളിയിൽ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. 2 കിലോന് 300 രൂപയാണ് വരുന്നത്. ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അവർ നമുക്ക് ഈ ഒരു താറാവ് പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചതിൻ്റെ ബാക്കി വരുന്ന പീസുകളൊക്കെയാണ് 2 കിലോനായിട്ട് നമുക്ക് തരിക. അത് നമുക്ക് ഓൾറെഡി അവർ ഇൻഫോം ചെയ്യും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നല്ല പീസുകളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ എക്സ്പോർട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസുകളാണ് നമുക്കിതുപോലെ തന്നിട്ടുണ്ടാവുക. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്മേൽ ഒരു പണിയും എടുക്കേണ്ടി വരില്ല കേട്ടോ. അത്രയും ക്ലീൻ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഒരു 2-3 പ്രാവശ്യം മാത്രം വാഷ് ചെയ്ത് എടുത്താൽ മതിയാവും. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാം കൂടി പൊടിച്ചിട്ടുള്ള മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും കൂടി ആവും. ഇനി ഇത് വീണ്ടും നമ്മൾ ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ച് നമുക്കിത് ഒന്നും കൂടി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല രീതിയിൽ കഴിക്കാൻ വരുന്ന ഒരു കിടിലനായിട്ടുള്ള ഒരു കോംബോ ആണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ താറാവ് റോസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ താറാവ് കറി തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ചാറൊക്കെ വറ്റിച്ച് നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റോസ്റ്റ് ആവും. ഇതിപ്പോൾ ചെറിയൊരു ചാറോട് കൂടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്, കാരണം ലഞ്ചിന് ഊണിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്രെഡോ അല്ലാന്നുണ്ടെങ്കിൽ ചപ്പാത്തിയോ അപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടും നല്ല ബെസ്റ്റ് കോംബോ ആണ്. എനിക്ക് തോന്നുന്നു ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ താറാവ് കറി ഇതാ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു താറാവ് കറി ഉണ്ടാക്കുന്ന സമയത്ത് പണ്ട് ഞങ്ങൾ വീട്ടിൽ താറാവിനെ വാങ്ങിച്ചിട്ട് കറി വെച്ചതാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കാരണം അന്ന് ക്ലീൻ ചെയ്യാനൊന്നും അറിയണ്ടായിരുന്നില്ല. അറിയുന്ന പോലെയൊക്കെ ക്ലീൻ ചെയ്തു. പക്ഷേ ഒരു സൈഡിൽ നിന്ന് തൂവലൊക്കെ പറിച്ച് ക്ലീനാക്കി വരുമ്പോഴേക്കും മറു സൈഡിൽ വീണ്ടും തൂവൽ വന്നിട്ടുണ്ടാവും. അത് കരിച്ചിട്ടൊക്കെ വെച്ച് വേണം ക്ലീൻ ചെയ്യാനെന്നുള്ളത് നമുക്ക് അന്നൊന്നും അറിയുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഓരോരോ വീഡിയോസൊക്കെ കണ്ട് നമ്മളത് മനസ്സിലാക്കി എടുത്തത് കേട്ടോ. ഏകദേശം നമ്മുടെ താറാവും സെറ്റായിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉരുളം കിഴങ്ങ് റോസ്റ്റാണ്. ഇത് ഞാനൊരു ഇൻസ്റ്റാ പേജിൽ കണ്ടതാണ്. അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്നതാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ എന്തായാലും ഈ ഒരു കഴിഞ്ഞ സൺഡേ ആണ് അതിന് അവസരം കിട്ടിയത്. എന്തായാലും ഇത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഒരു സ്പൂൺ വെച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട വെള്ളം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 ഉരുളൻകിഴങ്ങ് ക്യൂബ്സ് ആയിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഈ ഒരു വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഏകദേശം 75% ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ടാവണം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമുക്കൊരു മിക്സ് തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, 1 ടീസ്പൂണോളം മുഴുവനോട് കൂടിയിട്ടുള്ള കുരുമുളകും, ഇതിലേക്ക് ഒരു 3-4 ചുവന്നുള്ളിയും അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോളം കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നല്ല രീതിയിൽ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു അരപ്പ്. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരുപാട് ഓവർ കുക്ക് ആവരുത് ഉരുളൻകിഴങ്ങ്, കാരണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ പൊടിഞ്ഞു പോവും. അപ്പോൾ ഒരു 75% കുക്ക് ആയാൽ മതിയാവും ഉരുളൻകിഴങ്ങ്. അതിനുശേഷം ഈ ഒരു മസാലയുടെ കോട്ടിങ്ങും എല്ലാതും ഉരുളൻകിഴങ്ങിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു കറി ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ്, കാരണം നമ്മളിതിൽ ജീരകം ആഡ് ചെയ്യുന്നതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു ടൈമൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കിടിലൻ റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇനി എൻ്റെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മോര് കാച്ചിയതാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വെക്കുക, ഇതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 4-5 ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും, ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും, 2 വറ്റൽമുളക് നടു കീറിയതും, ചെറിയൊരു കഷ്ണം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മിക്സിയുടെ ജാറിൽ നമുക്ക് ആവശ്യത്തിന് തൈരെടുത്ത് അതിൽ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കട്ടകളില്ലാണ്ട് കിട്ടും. അതുപോലെ തന്നെ തീ ഓഫാക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഒരു തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നല്ല ചൂടോട് കൂടിയിട്ട് തിളപ്പിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തൈര് പെട്ടെന്ന് പിരിഞ്ഞു പോവും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ തീ ഓഫാക്കി കൊടുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ ജോലിക്ക് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഒരു ചാറുകറി ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന, ഉണ്ടാക്കി കൊണ്ടുപോകാറുള്ള എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു മോര് കറിയുടെ റെസിപ്പിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ മോര് കാച്ചിയതിൻ്റെ റെസിപ്പിയാണ് ഇപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. എന്നാൽ നമുക്ക് ഉച്ചയ്ക്കലത്തെ ലഞ്ച് ഒന്ന് സെർവ് ചെയ്താലോ. ആദ്യം തന്നെ നമ്മൾ കുത്തരി ചോറിട്ടു. അതിനുശേഷം നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ കൂടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങിൻ്റെ ഈ ഒരു കറിയും കൂടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഓൾമോസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മോര് കാച്ചിയതും കൂടി ചേർത്ത് കൊടുത്ത്, പിന്നെ ഇന്നത്തെ സ്പെഷ്യലാണ് നമ്മുടെ ഈ ഒരു ഡക്ക് കറി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ലഞ്ച് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ.